ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഭയക്കുന്ന ഒരു രോഗമാണ് അർബുദം അഥവാ ക്യാൻസർ. ഇന്ത്യയിൽ തന്നെ പ്രതിവർഷം 10 ലക്ഷത്തിലധികം പേരാണ് ഈ രോഗത്തിന് അടിമപ്പെടുന്നത്. ഇന്ന് കിഡ്നി ക്യാൻസറെ കുറിച്ച് നമ്മളോട് സംസാരിക്കാനായി വന്നിരിക്കുന്നത് ഡോക്ടർ അരുൺ വാര്യറാണ്. നിങ്ങൾ പറഞ്ഞ വളരെ ശരിയാണ്. കാരണം ഇപ്പോൾ മറ്റ് ക്യാൻസർ പോലെ തന്നെ കിഡ്നി ക്യാൻസറുകൾ നമ്മൾക്ക് കൂടി വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇതിന്റെ ഒരു പ്രത്യേകത, നമുക്ക് ഏർലി സ്റ്റേജ് കണ്ടുപിടിച്ചാൽ മാറ്റാവുന്ന ഒരു ക്യാൻസറാണ് എന്നുള്ള കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി സമൂഹത്തിൽ അവബോധം ഉണ്ടാകേണ്ടത് വളരെ അനിവാര്യമായ ഒരു കാര്യം കൂടിയാണ്. സർ, മറ്റ് ക്യാൻസറുകൾ പോലെ വ്യാപകമായി പരക്കുന്ന ഒരു ക്യാൻസറാണോ കിഡ്നി ക്യാൻസർ? ആയിരിക്കാം. കാരണം ഒരു ഏർലി സ്റ്റേജ് കണ്ടുപിടിച്ചാൽ മാത്രമാണ് നമുക്ക് ഇതിനെ ഫുള്ളായിട്ട് ക്യൂർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. പക്ഷെ പലപ്പോഴും ആൾക്കാരെ അതിന് തടിപ്പുകൾ കണ്ടാലും അതിന് സർജറിക്കും മറ്റും പോകാതിരിക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായി അത് സ്പ്രെഡ് ആവുമെന്ന് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ കൃത്യസമയത്ത് കണ്ടുപിടിച്ച് സർജറി ചെയ്ത് മാറ്റാൻ കഴിയുന്ന ഒരു അസുഖമാണ് കിഡ്നി ക്യാൻസർ. കിഡ്നി ക്യാൻസറെ കുറിച്ച് പറയുമ്പോൾ പലർക്കും പല ഡൗട്ട്സ് ആണ് ഉള്ളത്, പ്രത്യേകിച്ച് ജനങ്ങൾക്ക്. അപ്പോൾ ഫസ്റ്റ് എനിക്ക് ചോദിക്കാനുള്ളത്, ബേസിക്കലി എന്താണ് കിഡ്നി ക്യാൻസർ? കിഡ്നികൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കിഡ്നികളാണ് നമ്മുടെ യൂറിൻ ഉണ്ടാക്കുന്ന കിഡ്നികളാണ്. അപ്പോൾ 2 കിഡ്നികൾ നമുക്കുണ്ട്. അപ്പോൾ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊരു യൂറിൻ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ വളരെ അനിവാര്യമായ ഒന്നാണ് കിഡ്നി. അപ്പോൾ മറ്റ് അവയവങ്ങളുടെ പോലെ തന്നെ കിഡ്നിയിലും മുഴകളും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈവൺ വർഷങ്ങളോളം ഇതിങ്ങനെ പതുക്കെ വളരുന്ന നമ്മൾ കാണും. അങ്ങനെ വളരെ വിഭിന്നമായ രീതിയിലാണ് ഇതിന്റെ ഒരു പ്രസന്റേഷൻ അല്ലെങ്കിൽ ഇത് കണ്ടുപിടിക്കുന്നത്. മുമ്പ് പറഞ്ഞ പോലെ ഒന്നുകിൽ യൂറിന് ബ്ലഡ് ആയിട്ട് വരാം, ചിലപ്പോൾ ഒരു ലക്ഷണമില്ലാത്ത ആൾക്ക് സ്കാൻ എടുക്കുമ്പോൾ കാണുന്നതായിരിക്കാം. ചിലപ്പോൾ നമുക്ക് ഈ കിഡ്നി ക്യാൻസർ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിച്ച് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ബോഡി പെയിൻസ് ഒക്കെ ഉണ്ടാകുമ്പോഴായിരിക്കും അറിയും. അങ്ങനെ പല രീതിയിലാണ് അത് കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ ഈ സാറ് പറഞ്ഞ പോലെ തന്നെ പലരും ഹോസ്പിറ്റലിൽ എത്തി ചെക്ക് ചെയ്യുമ്പോഴാണ് അറിയുന്നത് അവരൊരു 2nd സ്റ്റേജ് 3rd സ്റ്റേജ് ആയിട്ടുണ്ടാകും ഓൾറെഡി. സോ നമുക്ക് ഒരു ബേസിൽ അത് വീട്ടിൽ നിന്ന് നമുക്ക് എങ്ങനെ അത് തിരിച്ചറിയാൻ പറ്റും? എന്തായിരിക്കും അതിന്റെ സ്റ്റാർട്ടിങ് ലക്ഷണങ്ങൾ? ഇപ്പോൾ കിഡ്നി ക്യാൻസറിൽ യൂറിനിൽ ബ്ലഡ് വരുന്നതാണ് തന്നെ നമുക്ക് കണ്ടുപിടിക്കാവുന്നതിന്റെ ഫസ്റ്റ് ലക്ഷണം എന്ന് പറയും. അപ്പോൾ യൂറിനൽ ബ്ലഡ് ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും ഒരു ഭയം വന്നൊരു ഹോസ്പിറ്റലിൽ പോയി നോക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പോയി ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ തടിപ്പുകൾ കാണും. അപ്പോൾ തടിപ്പുകൾ കാണുമ്പോൾ പേടിക്കുന്നത്, അതാണ് ഫസ്റ്റ് വേണ്ടത്. കാരണം കിഡ്നി ക്യാൻസറിൽ മെയിൻ കാരണം ഇത് പതുക്കെ വളർന്നതായതുകൊണ്ട് തന്നെ ഇപ്പൊ ചെറിയ തടിപ്പാണെങ്കിൽ നമുക്കത് മുഴുവനായിട്ട് ഓപ്പറേറ്റ് ചെയ്ത് എടുത്ത് കളഞ്ഞാൽ തന്നെ ക്യൂർ ആയി. അതായത് ഒരു 95% കൂടുതൽ ആൾക്കാർക്ക് ആ ഒരു സ്റ്റേജ് ആകുമ്പോൾ ക്യൂർ ആവും. അപ്പോൾ അത് അല്ലാതെ നമ്മളിപ്പോൾ കിഡ്നി ക്യാൻസറിന് വേണ്ടി ഒരാൾ ഇപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ പറയില്ലേ, കാരണം അത് അപൂർവമായ ക്യാൻസറാണ്. ഇപ്പൊ മേ ബി ക്യാൻസറുടെ ആകെ നോക്കുകയാണെങ്കിൽ ഒരു 2-3% മാത്രമേ കിഡ്നി ക്യാൻസേഴ്സ് ഉണ്ടാവും. അപ്പൊ എല്ലാവരും ഇപ്പൊ കിഡ്നി ക്യാൻസറിന് വേണ്ടി സ്ക്രീൻ ചെയ്യണം നമ്മൾ പറയില്ലേ. ഇപ്പൊ ബ്രസ്റ്റ് ക്യാൻസറിനോ കുടലിലെ ക്യാൻസറിനോ പോലെ നമ്മൾ സ്ക്രീനിങ് നമ്മൾ പറയാറുണ്ട്. പക്ഷെ കിഡ്നി ക്യാൻസർ അതിന്റെ സ്ക്രീനിങ് ടെസ്റ്റുകൾ ഇതുപോലെ ലക്ഷണങ്ങൾ വരുമ്പോൾ പോയി ടെസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു ഫാമിലി ഹിസ്റ്ററി ഉണ്ട്, ഇപ്പോൾ സഹോദരങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ പാരന്റ്സിന് വന്നിട്ടുണ്ട്, യങ് ഏജിൽ ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ സ്ക്രീൻ ചെയ്യാം. അതായത് സ്ക്രീനിങ്ങിന്റെ ആവശ്യത്തിന് ജനറ്റിക് ആയിട്ടുള്ളൊരു അതായത് അപൂർവമാണ്. ഇപ്പൊ കിഡ്നി ക്യാൻസർ ആകെ നോക്കിയാൽ തന്നെ ഒരു ചെറിയ ശതമാനം മാത്രമാണ് ജനറ്റിക് ആയിട്ട് വരാറ്. അതും ഒരു ഫാമിലിയിൽ മൾട്ടിപ്പിൾ ആൾക്കാർക്ക് വരുന്നു, അല്ലെങ്കിൽ പാരന്റ്സിനോ സിബ്ലിങ്സിനോ വരികയാണെങ്കിലാണ് ഹെറിഡിറ്ററി ക്യാൻസറിനെ പറ്റി നോക്കേണ്ട ആവശ്യം. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കാരണങ്ങളായിരിക്കും ഈ കിഡ്നി ക്യാൻസറിലേക്ക് നയിക്കുന്നത്? നമ്മുടെ മാറുന്ന ലൈഫ് സ്റ്റൈൽ കാര്യങ്ങളൊക്കെ അതിനെ ബാധിക്കുന്നുണ്ടോ? സ്മോക്കിംഗ് ഒരു കാരണമായിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ കാരണം സ്മോക്കിംഗ് എന്ന് പറഞ്ഞാൽ കെമിക്കൽസ് ഉണ്ടാക്കും, ശരീരത്തിന്റെ ഏത് ഭാഗത്ത് പോയി അടിയാം. ഇപ്പൊ ഡെഫിനറ്റ്ലി യൂറിൻ ഉണ്ടാക്കുന്നതുകൊണ്ട് കിഡ്നിയിലും പോയി അടിയാം, അങ്ങനെ ക്യാൻസർ ഉണ്ടാകും. അപ്പൊ സ്മോക്കിംഗ് ആണ് നമുക്ക് മാറ്റാവുന്ന ഒരു കാര്യം. അല്ലാതെ ഭക്ഷണ പദാർത്ഥങ്ങൾ, മറ്റേ എക്സസൈസ്, ഇതൊന്നുമായിട്ടും കിഡ്നി ക്യാൻസറിന് വലിയ പങ്ക് തെളിയിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് യുവതലമുറ ഫുൾ ജങ്ക് ഫുഡ്സ് കാര്യങ്ങളൊക്കെയാണ് കഴിക്കുന്നത്. അപ്പോൾ അത് ഏതെങ്കിലും രീതിയിൽ ഇതിനൊരു കാരണമായി വരാറുണ്ടോ കിഡ്നി ക്യാൻസറിന്? എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ സയന്റിഫിക് ഒരു കോസ് ഇഫക്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഫുഡും കിഡ്നി ക്യാൻസറായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഇല്ല. ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ കിഡ്നി ക്യാൻസറിന്റെ ഒരു രോഗനിർണയം നമ്മൾ നടത്തുന്നത്? കിഡ്നി ക്യാൻസർ യൂറിനിൽ ബ്ലഡ് വന്നപ്പോൾ യൂറിൻ ടെസ്റ്റ് ചെയ്യുക, സ്കാൻ ചെയ്യുക, അൾട്രാസൗണ്ടിൽ ചെറിയ തടിപ്പ് കണ്ടാൽ CT സ്കാൻ ചെയ്യുക. ഇത്രയും വെച്ചാൽ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ കിഡ്നിയിൽ ചെറിയ മുഴകൾ കണ്ടാൽ നമ്മൾ ബയോപ്സിയുടെ കാര്യം നമ്മൾ പറയാറില്ല, നമ്മൾ സർജറിയാണ് പറയുന്നത്. കാരണം കിഡ്നിയിൽ വേറെ മുഴകൾ വരേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ സംശയാസ്പദമായ മുഴകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു സർജറി ചെയ്ത് ആ ഭാഗം റിമൂവ് ചെയ്ത് പഠനങ്ങൾ നടത്തുക. അങ്ങനെയാണ് നമ്മൾ ഡയഗ്നോസിലേക്ക് പോകുന്നത്. സാർ, ഓൾവേസ് പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണല്ലോ. അപ്പോൾ ഇത് തടയാൻ വേണ്ടിയിട്ടുള്ള മാർഗ്ഗങ്ങൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും നമ്മുടെ ഡെയിലി ലൈഫിൽ? അതെ, അപ്പോൾ കിഡ്നി ക്യാൻസർ മറ്റ് ക്യാൻസർ പോലെ തന്നെ നമ്മൾ ഹെൽത്തി ലൈഫ് സ്റ്റൈല് സഹായിക്കും. അതായത് നമ്മൾ പുകവലി, അമിതമായ മദ്യപാനം ഒഴിവാക്കുക, പിന്നെ വ്യക്തമായ വ്യായാമങ്ങൾ,
ഒരു ചിട്ടയായ ജീവിതശൈലി, ഒരു വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, ഇതെല്ലാം തന്നെ നോർമൽ ഹെൽത്ത് പോലെ തന്നെ കിഡ്നി ക്യാൻസറിന് ഒരു പ്രിവെന്റീവായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന കാര്യങ്ങൾ. സർ, നമ്മുടെ മെഡിക്കൽ രീതികളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഡെയിലി പുതിയ ഇൻവെൻഷൻസ് വരുന്നു, കാര്യങ്ങൾ വരുന്നു. അപ്പോൾ ഈ കിഡ്നി ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് പുതിയ മെഡിക്കൽ രീതികൾ, പുതിയ രീതികളൊക്കെ എന്തൊക്കെയാണ്? ഇപ്പോൾ ചെറിയ തടിപ്പാണെങ്കിൽ നമുക്ക് സർജറിയാണ് അതിന്റെ മെയിൻ ട്രീറ്റ്മെന്റ് വരുന്നത്. പക്ഷെ പലപ്പോഴും ഈ ക്യാൻസർ വരുന്നത് മറ്റു ഭാഗങ്ങളിൽ സ്പ്രെഡ് ആയിട്ടായിരിക്കും. ഒരു 20-30% പേര് കണ്ടുപിടിക്കുമ്പോഴേ അസുഖം വേറെ ഭാഗത്തേക്ക് പോയി കാണും. പക്ഷേ ഈ സ്റ്റേജ് 4 ആണെങ്കിൽ നമുക്ക് അതിനെ തടയാനുള്ള പല മരുന്നുകളും വരുന്നുണ്ട്. നമുക്ക് കബോസാൻഡിനിപ്പ്, സുനിറ്റിനിപ്പ്, അങ്ങനെയുള്ള പല മരുന്നുകളും റെസോപ്പനിലെല്ലാം കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് എല്ലാ ഭാഗത്തും അസുഖങ്ങളും നമുക്ക് ചുരുക്കും. അതുപോലെ തന്നെ ഇമ്മ്യൂണോതെറാപ്പി, അതായത് ശരീരത്തിന്റെ പ്രതിരോധ ശക്തിനെ ക്യാൻസറിനെതിരെ പ്രവർത്തിക്കുന്ന ചികിത്സാ രീതിയാണ് ഇമ്മ്യൂണോതെറാപ്പി. കിഡ്നി ക്യാൻസർ വരുന്നുണ്ട്. ഇമ്മ്യൂണോതെറാപ്പി ഇങ്ങനെയുള്ള പുതിയ ഗുളികളെല്ലാം കഴിച്ച് വർഷങ്ങളോളം ഈവൻ സ്റ്റേജ് 4 ക്യാൻസറിലെ ആൾക്കാർ മുമ്പോട്ട് പോകുന്ന നമ്മൾ കാണാറുണ്ട്. ഇതാണ് മേ ബി നമുക്കൊരു പുതിയ ചികിത്സാ രീതി ഈ ക്യാൻസറിൽ പറയാനുള്ളത്.